ലോഗോസ്ക്യൂസ് 2024 പഠനഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം 9 ഭാഗം 2. ചോദ്യം 1. നിങ്ങൾ പരമാർത്ഥ ഹൃദയത്തോടെയാണോ രാജാവാക്കുന്നത് എന്നാണ് യോത്താം ചോദിക്കുന്നത്. ഉത്തരം: അബിമേലെക്കിനെ. ചോദ്യം 2. ആരോടെല്ലാം അവന്റെ പ്രവൃത്തികൾ അർഹിക്കുന്ന വിധമാണോ നിങ്ങൾ പെരുമാറുന്നത് എന്നാണ് യോത്താം പറഞ്ഞത്. ഉത്തരം: ജെറുബ്ബാലിനോടും ഭവനത്തോടും. ചോദ്യം 3. ആരും നിങ്ങൾക്ക് വേണ്ടി പോരാടി എന്നാണ് യോത്താം പറഞ്ഞത്. ഉത്തരം: എന്റെ പിതാവ്. ചോദ്യം 4. ജീവനെ തൃണവൽക്കരിച്ച് എന്റെ പിതാവ് ആരുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തു എന്നാണ് യോത്താം പറയുന്നത്. ഉത്തരം: മിദ്യാൻകാരുടെ. ചോദ്യം 5. ഇപ്പോൾ നിങ്ങൾ ആർക്കെതിരെ കരം ഉയർത്തിയിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്. ഉത്തരം: എന്റെ പിതാവിന്റെ കുടുംബത്തിനെതിരെ. ചോദ്യം 6. യോത്താമിന്റെ പിതാവിന് ദാസിയിൽ ജനിച്ചത് ആര്? ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 7. അബിമേലെക്ക് നിങ്ങളുടെ ആരായതുകൊണ്ട് രാജാവായി വാഴ്ത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് യോത്താം പറയുന്നത്. ഉത്തരം: നിങ്ങളുടെ ബന്ധുവായതുകൊണ്ട്. ചോദ്യം 8. അബിമേലെക്കിനെ എവിടെ നിങ്ങളുടെ രാജാവായി വാഴിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഉത്തരം: ഷെക്കേമിൽ. ചോദ്യം 9. ജെറുബ്ബാലിനോടും കുടുംബത്തോടും നിങ്ങൾ എപ്രകാരമാണ് പ്രവർത്തിച്ചതെങ്കിൽ അബിമേലെക്കിൽ സന്തോഷിക്കുവിൻ എന്നാണ് പറയുന്നത്. ഉത്തരം: പരമാർത്ഥ ഹൃദയത്തോടെയാണ്. ചോദ്യം 10. ആര് നിങ്ങളിലും സന്തോഷിക്കട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 11. ജെറുബ്ബാലിനോടും കുടുംബത്തോടും പരമാർത്ഥ ഹൃദയത്തോടെയല്ല നിങ്ങൾ വർത്തിച്ചതെങ്കിൽ എവിടെയുള്ള ജനങ്ങളെ തീ വിഴുങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം: ഷെക്കേമിലെയും ബത്മില്ലോയിലെയും. ചോദ്യം 12. എന്തിൽ നിന്ന് തീയിറങ്ങി ഷെക്കേമിലെയും ബത്മില്ലോയിലെയും ജനങ്ങളെ വിഴുങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം: അബിമേലെക്കിൽ നിന്ന്. ചോദ്യം 3. എന്തിൽ നിന്ന് തീയിറങ്ങി അബിമേലെക്കിനെയും വിഴുങ്ങട്ടെ എന്നാണ് പറയുന്നത്. ഉത്തരം: ഷെക്കേമിൽ നിന്നും ബത്മില്ലോയിൽ നിന്നും. ചോദ്യം 14. യോത്താം ആരെ ഭയന്നാണ് പലായനം ചെയ്തത്? ഉത്തരം: സഹോദരനായ അബിമേലെക്കിനെ. ചോദ്യം 15. യോത്താം പലായനം ചെയ്ത് താമസിച്ചത് എവിടെ? ഉത്തരം: ബേറിൽ. ചോദ്യം 16. അബിമേലെക്ക് എത്ര വർഷം ഇസ്രായേൽ ഭരിച്ചു? ഉത്തരം: 3. ചോദ്യം 17. ആർക്കിടയിലേക്കാണ് ദൈവം ഒരു ദുരാത്മാവിനെ അയച്ചത്? ഉത്തരം: അബിമേലെക്കിനും ഷെക്കേം നിവാസികൾക്കും ഇടയ്ക്ക്. ചോദ്യം 18. അബിമേലെക്കിനെ വഞ്ചിച്ചത് ആര്? ഉത്തരം: ഷെക്കേം നിവാസികൾ. ചോദ്യം 19. അങ്ങനെ ആർക്കെതിരെ ചെയ്ത ആക്രമണത്തിനാണ് പ്രതികാരമുണ്ടായത്? ഉത്തരം: ജെറുബ്ബാലിന്റെ 70 മക്കളോട്. ചോദ്യം 20. ജെറുബ്ബാലിന്റെ 70 മക്കളുടെ ഘാതകൻ ആര്? ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 21. ജെറുബ്ബാലിന്റെ 70 മക്കളുടെ ഘാതകനായ അബിമേലെക്കിന് കൂട്ടുനിന്നത് ആര്? ഉത്തരം: ഷെക്കേം നിവാസികൾ. ചോദ്യം 21. ജെറുബ്ബാലിന്റെ 70 മക്കളുടെ രക്തം ആരുടെയെല്ലാം മേലാണ് പതിച്ചത്? ഉത്തരം: ഘാതകനായ അബിമേലെക്കിന്റെയും കൂട്ടുനിന്ന ഷെക്കേംകാരുടെയും മേൽ. ചോദ്യം 22. അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് ആര്? ഉത്തരം: ഷെക്കേംകാർ. ചോദ്യം 23. ഷെക്കേംകാർ അബിമേലെക്കിനെതിരെ ആളുകളെ പതിയിരുത്തിയത് എവിടെ? ഉത്തരം: മലമുകളിൽ. ചോദ്യം 24. ഷെക്കേംകാർ അബിമേലെക്കിനെതിരെ പതിയിരുത്തിയ ആളുകൾ കൊള്ളയടിച്ചത് ആരെ? ഉത്തരം: ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും. ചോദ്യം 25. ഷെക്കേംകാർ പതിയിരുത്തിയ ആളുകൾ ആ വഴിയെ കടന്നുപോയ എല്ലാവരെയും കൊള്ളയടിച്ചെന്ന് അറിഞ്ഞത് ആര്? ഉത്തരം: അബിമേലെക്ക്. ചോദ്യം 26. ഏബദിന്റെ പുത്രൻ ആര്? ഉത്തരം: ഗാൽ. ചോദ്യം 27. ഏബദിന്റെ പുത്രനായ ഗാൽ നീങ്ങിയത് എവിടേക്ക്? ഉത്തരം: ഷെക്കേമിലേക്ക്. ചോദ്യം 28. ഏബദിന്റെ പുത്രനായ ഗാൽ ഷെക്കേമിലേക്ക് നീങ്ങിയത് ആരോടൊപ്പം? ഉത്തരം: തന്റെ ബന്ധുക്കളുമായി.
ചോദ്യം 29. ഗാലിൽ വിശ്വാസമർപ്പിച്ചത് ആര്? ഉത്തരം ഷെക്കേം നിവാസികൾ. ചോദ്യം 30. ഷെക്കേം നിവാസികൾ ആഘോഷിച്ചത് എന്ത്? ഉത്തരം ഉത്സവം. ചോദ്യം 31. ഷെക്കേം നിവാസികൾ ഉത്സവം ആഘോഷിച്ചത് എപ്രകാരം? ഉത്തരം മുന്തിരി ശേഖരിച്ച് ചവിട്ടിപ്പിഴിഞ്ഞ്. ചോദ്യം 32. ഷെക്കേം നിവാസികൾ ഉത്സവത്തിനുള്ള മുന്തിരികൾ ശേഖരിച്ചത് എവിടെ നിന്ന്? ഉത്തരം വയലിൽ നിന്ന്. ചോദ്യം 33. ഷെക്കേം നിവാസികൾ അബിമേലെക്കിനെ ശപിച്ചത് എപ്രകാരം? ഉത്തരം തങ്ങളുടെ ദേവന്റെ ക്ഷേത്രത്തിൽ ചെന്ന് തിന്നുകുടിച്ച്. ചോദ്യം നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം: എന്റെ പിതാവിന്റെ എത്ര പുത്രന്മാരെ ഒരേ കല്ലിൽ വെച്ച് നിങ്ങൾ വധിച്ചു എന്നാണ് യോത്താം പറയുന്നത്? നിങ്ങളുടെ ഉത്തരം കമന്റ്